السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ആദരണീയരായ സദസ്സിലും വേദിയിലുമുള്ള പണ്ഡിത ശ്രേഷ്ഠരെ, ആമുഖമായി പറഞ്ഞുകൊണ്ട് സമയം ദീർഘിപ്പിക്കുന്നില്ല. വളരെ വിലപ്പെട്ട സമയത്തിലൂടെയാണ് ഈ സദസ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ നേരിട്ട് എനിക്ക് നൽകിയ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അലാ ഹാമിസി തഫാസീർ ലി സയ്യിദുൽ പാനൂരി എന്നതാണ് വിഷയം. അലാ ഹാമിസി തഫാസീർ എന്ന ഗ്രന്ഥം ലി സയ്യിദുൽ പാനൂരി, പാനൂർ തങ്ങളുടെ എന്ന് അതിനെ ഏകദേശം നമുക്ക് തർജ്ജമ ചെയ്യാവുന്നതാണ്. ഇവിടെ രണ്ട് വിഷയങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റിൽ വന്നിട്ടുള്ളത്. ഒന്ന് ഹാമിസു തഫാസീർ എന്ന തഫ്സീറിനെ കുറിച്ചുള്ള ചെറിയ ഒരു വിവരണം, മറ്റൊന്ന് അതിൻ്റെ മുസന്നിഫായ അസ്സയ്യിദുൽ പാനൂരി എന്ന അസ്സയ്യിദ് ഇസ്മായിൽ ശിഹാബുദ്ദീൻ പൂകോയ തങ്ങൾ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന മഹാനെക്കുറിച്ച് ഈ സദസ്സിനെ ചെറിയ രൂപത്തിലൊരു അവബോധം നൽകി. കാരണം മറ്റു തഫ്സീറുകളിൽ നിന്ന് വ്യത്യസ്തമായി വിഭിന്നമായി ഈ തഫ്സീറിനെക്കുറിച്ചും അതിൻ്റെ മുസന്നിഫിനെക്കുറിച്ചും ഇവിടെ സദസ്സിലുള്ള ആളുകൾക്ക് മറ്റു തഫ്സീറുകളെക്കുറിച്ചും അതിൻ്റെ ഗ്രന്ഥകർത്താക്കളെക്കുറിച്ചുമുള്ള ധാരണ ഉണ്ടാകാൻ ഒരിക്കലും വഴിയില്ല. എൻ്റെ വന്ദ്യരായ ഉസ്താദാണ് ഈ വിഷയം പറയാൻ ഞാൻ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഒരു പക്ഷേ നിങ്ങളിലുണ്ടാവും. കാരണം മുമ്പ് ഇവിടെ പ്രസംഗിച്ചവരും ഇനി നാളെ ഈ പരിപാടി പ്രസംഗിക്കാൻ പോകുന്നവരെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾ കേട്ടവരും കണ്ടവരും പരിചയിച്ചവരുമാണ്. എന്നെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നതും കാണുന്നതും. അപ്പോൾ എന്തുകൊണ്ടെന്നാണ് വെച്ചാൽ, ഈ ഒരു കിതാബ്, ഈ ഗ്രന്ഥകാരൻ ആ മഹാനുമായി ചെറിയ നിലക്കുള്ളൊരു ബന്ധം, ഗുരുശിഷ്യ ബന്ധം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന 1985 മുതൽ 97 വരെ നീണ്ട 12 വർഷക്കാലം ആ സ്ഥാപനത്തിൽ പഠിക്കുകയും അതിനുശേഷം അവിടെ കുറച്ചൊക്കെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഈ തഫ്സീറിൻ്റെ ഗ്രന്ഥരചനാ സമയത്തും മറ്റു ഉസ്താദിൻ്റെ കിതാബുകൾ എഴുതുന്ന സമയത്തുമൊക്കെ അതിന് DTP ചെയ്യാനും മറ്റുമൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടാവുകയും ചെയ്ത ഒരു വിനീതനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഉസ്താദ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംവദിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചിട്ടുണ്ടാവും എന്ന് ആമുഖമായി ഞാൻ പറഞ്ഞു വെക്കുന്നു. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗമായ അസ്സയ്യിദുൽ പാനൂരി, പാനൂരി തങ്ങൾ എന്ന എൻ്റെ വന്ദ്യരായ ഉസ്താദിനെക്കുറിച്ച് നവറല്ലാഹു മർക്കദഹു ചെറിയൊരു വിവരണം നൽകൽ നന്നായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 1935-36 കാലഘട്ടത്തിലാണ് കാസർഗോഡ് ഭാഗത്ത് വന്ദ്യരായ ഉസ്താദുകൾ ജനിക്കുന്നത്. നമുക്കൊക്കെ അറിയുന്നത് പോലെ ആ കാലഘട്ടത്തിലുള്ള നമ്മുടെ ജനസാമാന്യത്തിൻ്റെ അവസ്ഥക്കനുസരിച്ച് കൊണ്ട് സ്വപിതാവിൽ നിന്നും ചുറ്റുവട്ടത്തു നിന്നൊക്കെ പ്രാഥമിക വിദ്യാഭ്യാസം നേടുകയും അതിനുശേഷം പ്രധാനമായ 3 ആളുകളാണ് ഉസ്താദിൻ്റെ ഉസ്താദുമാരായി കൊണ്ടുള്ളത്. ഒന്ന് കാസർഗോഡ് ഖാദി അവറാൻ മുസ്ലിയാർ എന്നറിയപ്പെടുന്ന മഹാത്മാവ് നവറല്ലാഹു മർക്കദഹു. രണ്ടാമത്തത് അതിന് ശേഷം താജുൽ ഉലമ ഉള്ളാൾ തങ്ങളാണ് നവറല്ലാഹു മർക്കദഹു ഉസ്താദിൻ്റെ രണ്ടാമത്തെ ഉസ്താദ്. അതിനുശേഷം കുട്ടി മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെട്ട അല്ലാമ അബ്ദുറഹ്മാൻ ഫളുഫരി നവറല്ലാഹു മർക്കദഹു. ഇവരാണ് ദർസി രംഗത്തുള്ള വന്ദ്യരായ ഉസ്താദിൻ്റെ പ്രധാനപ്പെട്ട ഉസ്താദുമാർ. അവരിൽ നിന്ന് പഠനം കഴിഞ്ഞതിന് ശേഷം ദേവബന്ദിൽ പോവുകയും അവിടുന്ന് തിരിച്ചു വന്നതിന് ശേഷം വിവിധ സ്ഥലങ്ങളിൽ ദർസ് നടത്തി 971 കേരളത്തിൽ
ആദ്യമായിക്കൊണ്ട് സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥാപനം അതിന് തുടക്കം കുറിച്ചു. കോഴിക്കോട് ജില്ലയിലെ ഉമ്മത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മർക്കസു സക്കാഫത്തിൽ ഇസ്ലാമിയ എന്ന പേരിൽ ഒരു മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിൽ ആദ്യമായി ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചത് വന്ദ്യരായ പാനൂര് തങ്ങളായിരുന്നു. അതിനുശേഷം 1975 പാനൂരേക്ക് മാറി അവിടെ അൽ മദ്രസത്തു സഹ്റ കുല്യത്തിൽ ഇസ്ലാമി വൽ ആദാബ് എന്ന പേരിൽ സ്ഥാപനം സ്ഥാപിക്കുകയും പിന്നീട് ജാമിയത്തു സഹ്റ എന്ന പേരിലേക്ക് ആ സ്ഥാപനം പേര് മാറ്റപ്പെടുകയൊക്കെ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഒരുപാട് കാലം ദർസ് നടത്തി ഈ ഒരു നൂതന സംവിധാനം കേരള മുസ്ലിം സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം 71 കാലഘട്ടങ്ങളിൽ നമ്മുടെ പരിസരത്തുള്ള പണ്ഡിതന്മാർക്ക് മനസാന്തരങ്ങളിൽ അതിൻ്റെ ആവശ്യകതയും താല്പര്യമുണ്ടെങ്കിൽ പോലും പൊതുസമൂഹത്തിൽ അത് വേണ്ടത്ര മുന്നിൽ കൊണ്ടുവരാൻ ധൈര്യപ്പെടാത്ത ഒരു സന്ദർഭമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലുള്ള പലരിൽ നിന്നും പല നിലക്കുള്ള എതിർപ്പുകളും മറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ മറികടന്നുകൊണ്ട് ഒരു സംഘടനാ സെറ്റപ്പൊന്നുമില്ലാതെ തന്നെ, അത് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമാണ്, ആ ഒരു കാലഘട്ടത്തിൽ ഭൗതികമായ സൗകര്യങ്ങൾ കുറഞ്ഞ ആ ഒരു കാലഘട്ടത്തിൽ സംഘടനാ സെറ്റപ്പൊന്നും ഇല്ലാതെ തന്നെ ഉസ്താദിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന ആ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും അത് നടപ്പിൽ വരുത്തുകയും ഭംഗിയായി അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ഒരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അതിനുശേഷമാണ് ജാമിയ സഹ്റയിൽ വന്നതിന് ശേഷമാണ് ഗ്രന്ഥരചനയിലേക്ക് ഉസ്താദ് പ്രവേശിക്കുന്നത് പറഞ്ഞാൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിനനുസരിച്ച് കൊണ്ട് അതിലേക്ക് എത്തിപ്പെടുകയാണ് ഉണ്ടായത്. ഞാനൊക്കെ കോളേജിൽ ചെല്ലുന്ന സമയത്ത് മുതിർന്ന വിദ്യാർത്ഥികൾക്ക് തഫ്സീർ ക്ലാസ് എടുക്കുകയായിരുന്നു അവിടുത്തെ പതിവ്. തഫ്സീർ ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഏതെങ്കിലും തഫ്സീർ ജലാലൈനിയോ മറ്റോ നമ്മുടെ ആ ഒരു രൂപത്തിൽ ക്ലാസ് എടുക്കുക എന്നതല്ല, അതുണ്ട്. അതിന് പുറമേ ഉസ്താദിൻ്റെ സ്വന്തമായ നിലക്കുള്ള ചില ക്ലാസ്സുകൾ അവിടെ നൽകപ്പെട്ടിരുന്നു. അത് മിക്കവാറും ഒക്കെ ഒന്നുകിൽ പറയലായിരിക്കും, അല്ലെങ്കിൽ ബോർഡിൽ എഴുതി അത് ശിഷ്യന്മാർ എഴുതിയെടുക്കുന്ന ഒരു സ്വഭാവമാണ് അന്നുണ്ടായിരുന്നത്. അത് കേവലം ദർസ് നടത്തുക എന്നുള്ളൊരു ശൈലിയായിരുന്നു അത് മുന്നോട്ട് പോയിരുന്നത്. അങ്ങനെ ഇത് വന്നപ്പോൾ ഇതിൽ ആകൃഷ്ടരായ പലരും ഇതൊരു ഗ്രന്ഥരൂപത്തിലാക്കണമെന്ന നിർബന്ധം വന്ന സമയത്താണ് മഹാനവറുകൾ ഗ്രന്ഥരചനയിലേക്ക് ഈ വിഷയവുമായി കൊണ്ട് മുന്നിട്ട് ഒരു തഫ്സീർ ഗ്രന്ഥരചനയിലേക്ക്. ആ കാര്യം ഉസ്താദ് തന്നെ അവിടുത്തെ തഫ്സീറിൻ്റെ മുഖദ്ദിമയിൽ പറയുന്നതായി ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അവിടെ പറയുന്നത് ഇത് തന്നെയാണ്. എൻ്റെ തഫ്സീർ പിന്നെ ഈ രൂപത്തിലായിരുന്നു. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ചില ഇൽമിനെ സ്നേഹിക്കുന്ന ചില വിദ്യാർത്ഥികൾ വകുന്തു ഖിലാല ഇംലാഇ തഫ്സീർ കലാമിഹി തആല അജ്സനു യുവാജിഹുനി തലബു ബഅദി തലബ മുഹിബ്ബിൽ വ ഇൽഹാഹിം ബിഅൻ ഉഅല്ലിഫ ദാലിക കിതാബി മുസ്തഖിൽ, അതൊരു മുസ്തഖിലായ കിതാബായി രചിക്കണമെന്ന ആവശ്യം വന്ന സമയത്താണ് ഞാൻ അതിലേക്ക് എന്ത് ചെയ്തത്, മുന്നിട്ട് വന്നത് എന്ന് ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഇവിടെ തഫ്സീറുൽ ജലാലൈനിക്കാണ് ഇതിൻ്റെ തഅലീഖാത്ത്, അലാ ഹാമിശി തഫാസീർ തഅലീഖാത്തുൻ അലാ തഫ്സീറുൽ ജലാലൈനി എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷേ സത്യത്തിൽ തുടങ്ങുന്നത് തഫ്സീറുൽ ജലാലൈനി മുന്നിൽ വെച്ചുകൊണ്ട് അതിനൊരു തഅലീഖ് എഴുതുക എന്നുള്ള നിലക്കല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ സംഭവം ഉദ്ധരിച്ചത്. പിന്നീട് ഈ കിതാബ് തഫ്സീറായി രൂപാന്തരപ്പെടുന്ന ഘട്ടം വന്നപ്പോഴാണ് എന്ത് ചെയ്തത്, പിന്നെ ഈ ഒരവസ്ഥയിലേക്ക് തഫ്സീർ ജലാലൈനുമായി കൊണ്ട് ഇതിനെ കൂട്ടി യോജിപ്പിക്കുകയും ആ ഒരു നിലയിലേക്ക് ഇതിനെ അതുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ തഫ്സീർ ജലാലൈനി ഇപ്പം ഞാൻ നേരത്തെ ഉസ്താദിൻ്റെ ഒരു ചെറിയ വിവരണം ഇങ്ങ് നൽകി കഴിഞ്ഞു. ഇനി നമ്മൾ ഈ കിതാബിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ല ഹാമിശി തഫാസിർ എഴുതാനുണ്ടായ ആ ഒരു സന്ദർഭവും ഈ ഒരു രൂപത്തിലാണ് മനസ്സിലാക്കപ്പെടുന്നത്. ഇനി ഈ തഫ്സീറിനെ കുറിച്ച് നമ്മളുടെ ചില കാര്യങ്ങൾ വ്യക്തമായി ഇതിൻ്റെ മുഖദ്ദിമ നോക്കി മനസ്സിലാക്കാനുണ്ട് എന്നാണ് വിദ്യാർത്ഥികളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇസ്രായേലാത്തിനെ കുറിച്ചും അതുണ്ടാക്കി വെച്ച വിനകളെക്കുറിച്ചുമൊക്കെ ചില രൂപത്തിൽ ചെറിയ രൂപത്തിൽ ഇതിൻ്റെ മുഖദ്ദിമിലുമൊക്കെ പറയുന്നുണ്ട്.
വമിനൽ ലസഫി തദഖുലു മക്കാലാത്തിൻ വാഹിയ ബൽ ഇസ്രാഈലിയ യുസവ്വിഹു വജ്ഹൽ ഇസ്ലാമി സംഹത്തൽ ബൈളാ വയുഹയ്യിഉൽ ഫുർസത ലിഹുജൂമി അഅദാഇൽ ഇസ്ലാമി അലാ സാഹിബി ശരീഅ വഅലാ മാ ജാഅ ബിഹി. ഇസ്രായേലിയാത്തുകളും അതുപോലെയുള്ള ഒരുപാട് കഥകൾ വിശുദ്ധ ഇസ്ലാമിൻ്റെ സുന്ദരമായ മുഖത്തെ വികൃതമാക്കുമാറ് പല തഫ്സീർ ഗ്രന്ഥങ്ങളിലുമൊക്കെ കടന്നുകൂടിയിട്ടുണ്ട്. അതിന് ഉദാഹരണമായിക്കൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട സൈനബ റളിയല്ലാഹു അൻഹയുടെ വിവാഹവും അതുപോലെ ഖർനൂക്കിൻ്റെ കിസ്സകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുൻകാല മുഫസ്സിരീങ്ങൾ അവർ ഗ്രന്ഥനം നടത്തുമ്പോൾ രണ്ട് രൂപത്തിൽ ഈ കാര്യങ്ങൾ ഇതിൽ കയറിക്കൊള്ളുന്ന സാധ്യത നാം കാണുന്നുണ്ട്. ഒന്ന്, മറ്റുള്ളവർ കൈകടത്തി ഇതിലൊക്കെ ചെയ്തു വച്ചത് തന്നെ. നമുക്കറിയാമല്ലോ, നമ്മുടെ സുന്നി കിതാബുകളിൽ പലതും അച്ചടിക്കുന്ന സമയത്ത് ചുരുക്കം ചില ചെറിയ നിലക്കുള്ള ചില കൈകടത്തലുകൾ മറ്റൊരു നടത്തിയായിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ തഫ്സീർ കിതാബുകളും മറ്റൊക്കെ പ്രിൻ്റ് ചെയ്യുന്ന സമയത്തോ പകർത്തി എഴുതുന്ന സമയത്തോ ഒക്കെ ഇപ്പോൾ നേരത്തെ ഇവിടെ ഉസ്താദ് വിഷയം അതിൽ സൂചിപ്പിച്ചതുപോലെ ചില കാര്യങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് ഫൽ എന്തബിഹി ഹാദാന്നോ ഫൽ യതഅമ്മൽനോ എന്നൊക്കെയുള്ള ചില പ്രയോഗങ്ങൾ ഒരു പക്ഷേ വെട്ടിമാറ്റിക്കൊണ്ടായിരിക്കാം അത്തരം ആളുകൾ ഇതിലേക്ക് കടത്തി കൂട്ടിയിട്ടുണ്ടാവുക. ഏതായാലും ആ കാര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഒരു കാര്യം പറയുന്നുണ്ട്. വഖദ് ദസ്സൽ അഅദാഉ അസ്സഹായിനതു വസ്സലീബിയ വൽ വസനിയ വൽ അഫ്കാറുൽ ഹദ്ദാമ. ഇസ്ലാമിൻ്റെ ആ ഉത്കൃഷ്ട നശിപ്പിക്കാൻ തയ്യാറായി വരുന്ന നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളുടെ ചിന്താഗതിക്കാരും സഹായിനത്ത് സിയോണിസ്റ്റുകളുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തഫ്സീറിൻ്റെ കിതാബിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കടത്തി കൂട്ടിയിട്ടുണ്ട്. എങ്കിലും വലാക്കിന്നൽ ഉലമാഇൽ ബാരിസീന നുഖാദ് ഫിൽ ഉലൂമിൽ ഹദീസിയ ഖാമൂ ബി ഇഫ്റാദി സ്വഹീഹി മിനൽ മദ്സൂസ്. മദ്സൂസിൽ നിന്നും കൂട്ടിക്കടത്തപ്പെട്ടതിൽ നിന്ന് സ്വഹീഹ് ഏതാണ് എന്ന് വളരെ വ്യക്തമായി കൊണ്ട് മനസ്സിലാക്കി തരാൻ മുൻഗാമികളായ നമ്മുടെ പണ്ഡിതന്മാർ ചെയ്തു വെച്ചു. അതിനുവേണ്ടി പ്രത്യേകം അല്ലാഹു തആല തിരഞ്ഞെടുത്തവരാണോ എന്ന് തോന്നിപ്പിക്കുമാറായിരുന്നു അവരുടെയൊക്കെ ആ സേവനങ്ങൾ ആ കാലഘട്ടത്തിൽ ആ കാര്യത്തിലുണ്ടായിരുന്നത്. എന്നാൽ തഫ്സീറിൻ്റെ കാര്യത്തിൽ ഇവിടെ മുസന്നിഫ് പറഞ്ഞു വെക്കുന്നത് വമിനൽ അസഫി അന്നഹു ഖദ് ബഖിയ അക്സറു തഫാസീർ മുഖ്തലിഫൻ ബി ദസീസാത്തിഹിം. ഈ കൈകടത്തിയ ആളുകളുടെ ദസീസാത്തുകൾ അത് ഇടകലർന്നുകൊണ്ട് തന്നെ ഒരുപാട് തഫ്സീറുകൾ അതേപടി ശേഷിച്ചു. ഖേദകരമെന്ന് പറയട്ടെ, തഫ്സീറിൻ്റെ വിഷയത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത്. വമിനൽ അസഫി, അത് എന്തുകൊണ്ടാണ് അവർ അതിനെ വെറുതെ ഇട്ട് കളഞ്ഞതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ മഹത്തുക്കളായിരിക്കുന്ന മുസന്നിഫീങ്ങൾ നമുക്ക് ഈ വിഷയങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച് വിശുദ്ധ കലാമിനെ നമുക്ക് തഫ്സീർ ചെയ്യുന്ന ഉന്നതരായ മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരെങ്ങനെ ഈ കാര്യങ്ങൾ വെറുതെ അങ്ങ് വിട്ട് കളഞ്ഞു പോയതാണോ? അല്ല. കഅന്നഹും തസാഹലു ഔ തറകു ഇഖ്തിബാറൻ ലിറുവാദിൽ ഇസ്ലാമി വനാഖിദീഹ്. പിന്നെ എന്താണ്, പിൽക്കാലത്ത് വരുന്ന ഈ തഫ്സീറുകളും മറ്റൊക്കെ പഠിക്കുന്ന ഉന്നത നിലവാരത്തിലെത്തിയ വിദ്യാർത്ഥികൾ, കാരണം അവർ മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആനും അതിൻ്റെ തഫ്സീറുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അതുമായി ഇടപഴകുക സാധാ നിലവാരത്തിലുള്ള പണ്ഡിതന്മാരായിരിക്കില്ല. ഇപ്പം നമ്മൾ തന്നെ പള്ളി ദർശികളിലൊക്കെ എപ്പോഴും തഫ്സീർ നമ്മൾ തുടക്കം തന്നെ പഠിപ്പിക്കുന്നില്ലല്ലോ. അതിൻ്റെ അടിസ്ഥാനപരമായ കുറേ വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടാണ് നമ്മൾ തഫ്സീറിലേക്ക് കടക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ മുൻഗാമികൾ അതിനെയും അപ്പുറം ചിന്തിച്ച് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായും അതുപോലെ തന്നെ ഒരു ദർസ് നടക്കുന്ന മുദർരിസിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയതിൻ്റെ ശേഷമായിരിക്കണം ആളുകൾ തഫ്സീറുമായി ബന്ധപ്പെടേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ കാര്യങ്ങൾ നെല്ലും പതിരും വേർതിരിച്ചറിയാൻ പിന്നീട് വരുന്ന ഈ നിപുണരായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാധിക്കും എന്നുള്ള നിലക്കായിരിക്കാം ഒരു പക്ഷേ അവരങ്ങനെ അത് അത്ര ശ്രദ്ധിക്കാതെ ആ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവുക. ഒന്ന് അവരെക്കുറിച്ചുള്ള ഒരു ന്യായീകരണമായി കൊണ്ട് പറയുന്നുണ്ട്. അതിലൊരു ഉദാഹരണവും പറയുന്നുണ്ട്. എന്താണ്? വല നജിദന്നൽ ഇമാമൽ ജലാലുദ്ദീനുൽ മഹല്ലി ഖദ് ഇസ്തദ്റകൽ ബൈളാവി അലാ തഫ്സീരി ഖൗലിഹി തആല ഫലമ്മാ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ
ഫലമ്മ അസ്സലാമത്തല്ലഹുലിൽ ജമീൻ എന്ന ആയത്തിനിക്ക് ഇമാം ബൈളാവി റഹിമഹുല്ല നൽകിയ തഫ്സീറിനെ ജലാലുദ്ദീനുൽ മഹല്ലി എന്ത് ചെയ്യുന്നുണ്ട്? ഇസ്തിദ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്താണ് അവിടെ ബൈളാവി കൊടുത്ത തഫ്സീർ? ബി അന്നഹു അമ്മറൽ മിദിയത അലാ ഉനഖി ഇബ്നിഹി ഇസ്മായിൽ അലൈഹിസ്സലാം ഫലം യൻഖതി. അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടി സ്വപ്നം കാണിച്ച സമയത്ത് അവിടെ കിടത്തി കത്തി ഉപയോഗിച്ച് ഉനുക്കൽ അവ പിരടിയിൽ കത്തി വെച്ച് അമർത്തി കത്തി അവിടെ നടത്തി, പക്ഷേ മുറിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു തഫ്സീറാണ് എന്ത് ചെയ്തത് ബൈളാവി ഇമാം അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനെന്ത് ചെയ്യുന്നുണ്ട് മഹല്ലി ഇമാം? ഇസ്തിദ്റാക്ക് ചെയ്യുന്നുണ്ട്. എവിടെ? ജമ്മുൽ ജവാമിൽ. വക്കാലഫി ഷറഹി ജമ്മുൽ ജവാമിൽ എന്ത് പറഞ്ഞു? കാന്നഹു സറാ മദ്ഹബൽ മുഅ്തസില. ഇത് ബൈളാവി ഇമാം മുഅ്തസിലത്തിൻ്റെ മദ്ഹബിലേക്ക് പോയോ എന്ന് ആ നിലക്ക് അതിനെ അദ്ദേഹം അവിടെ മഹല്ലി ഇമാം അവിടെ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ടോ വഹാദൽ ജലാലു നഫ്സു കഅന്നഹു നസിയ ഇവിടെ കൊണ്ടുവരിക. ഇതേ മഹല്ലി ജലാലുദ്ദീനുൽ മഹല്ലി റഹിമഹുല്ല തന്നെ ഔറദ ഫി തഫ്സീരിഹി മാ ജറാ അലൈഹിൽ ബൈളാവി. ബൈളാവി എന്താണോ അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞത് അതു തന്നെ മഹല്ലി റഹിമഹുല്ല തഫ്സീറിൽ അത് കൊണ്ടുവന്നു. ഇതേ മഹല്ലി ഇമാമത്തിൻ്റെ ജമ്മുൽ ജവാമിയിൽ അതിനെ തിരുത്തിയിട്ടുണ്ട്. പക്ഷേ തഫ്സീറിൻ്റെ ഘട്ടം വന്നപ്പോൾ എന്ത് ചെയ്തില്ല? ആ കാര്യം അത്ര ഗൗരവത്തിലെടുത്തില്ല. അത് അതേപടി അദ്ദേഹം അവിടുത്തെ മഹാന തഫ്സീറിലും കൊണ്ടുവന്നു. ഇതിൽ എന്ത് മനസ്സിലാക്കണം? ഒരിക്കലും മഹല്ലി ഇമാമിനിക്ക് ബൈളാവിയുടെ അഭിപ്രായമില്ല, ബൈളാവി ഇമാമിനിക്കും ആ അഭിപ്രായം ഉണ്ടായിക്കൊള്ളുന്നില്ല. മുഅ്തസിലത്തിൻ്റെ അഭിപ്രായമാണ് എന്ത്? കത്തി വെച്ചു അറുത്തു എന്നുള്ളത്. സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർക്ക് അതില്ലല്ലോ. പക്ഷേ തഫ്സീറായപ്പോൾ എന്ത് ചെയ്തു? ആ നിലക്കതിനെ വിട്ടു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, അതവിടേക്ക് അതിലിട്ടു. ആ കാര്യങ്ങൾ അതിൻ്റെ ആളുകൾ അതിൻ്റെ യഥാവിധി മനസ്സിലാക്കിക്കോട്ടെ എന്ന് വെച്ചത് കൊണ്ടോ, അതല്ലെങ്കിൽ വേണ്ടത്ര തഫ്സീറിൻ്റെ മേഖലയിൽ അത് വേണ്ടത്ര പരിഗണിക്കാതെ ചരിത്രങ്ങളും മറ്റൊക്കെ എടുത്ത് ഉദ്ധരിക്കുന്ന മട്ടിൽ ഉദ്ധരിച്ചു കൊണ്ടോ ആയിരിക്കാം ഇങ്ങനെ ഈ സംഭവം വന്നത് എന്ന് ഒരു ഉദാഹരണമായിക്കൊണ്ട് ഉസ്താദ് റഹിമഹുല്ല ഇവിടെ പറഞ്ഞ കാര്യം തെളിവായിക്കൊണ്ട് ഈ സംഭവം ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. എന്നാൽ തന്നെയും കഅന്നഹും നദറു അന്ന ഉലൂമൽ ഖുർആൻ ലാ യതനാവലുഹ ഇല്ലൽ ആലിമുൽ ആഹിലു ലിൽ വുഖൂഫി അലാ മദാമീനിഹി ഫയതബയ്യനു ലദൈഹി സ്വഹീഹു വൽ മരീദു വൽ അസീലു വദ്ദഖീൽ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. കഅന്നഹും ആ ഇമാമിയങ്ങൾ മുസന്നിഫീങ്ങൾ മുഫസ്സിരീങ്ങൾ ആയതുപോലെയുണ്ട്. അവരെന്താണ്? ഈ വിശുദ്ധ ഖുർആനും അതിൻ്റെ തഫ്സീറുമൊക്കെ നല്ല പാണ്ഡിത്യമുള്ള എല്ലാ ഫന്നിലും മാഹിറായിരിക്കുന്ന ആളുകളെ അതൊക്കെ കൈകാര്യം ചെയ്യുകയുള്ളൂ എന്നവർ ചിന്തിച്ചു പോയോ? അതുപോലെ ഉണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനത്തെ ആളുകളാകുമ്പോൾ എന്ത് ചെയ്യും? മറിയതിൽ നിന്ന് സ്വഹീഹും അതുപോലെ തന്നെ ദഖീലിൽ നിന്ന് അവിടെ അസീലൊക്കെ വേർതിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കും എന്ന് ആ ഒരു നിലക്ക് അതിനെ വിട്ടതായിരിക്കാം. പക്ഷേ പിൽക്കാലത്ത് വന്ന നമ്മുടെയൊക്കെ തലമുറയിൽപ്പെട്ട ആളുകൾ എല്ലാവരും കയറി തഫ്സീർ ഓതുക മാത്രമല്ല, വിശുദ്ധ ഖുർആന് തഫ്സീർ എഴുതുകയും കണ്ടമാനം അത് വ്യാഖ്യാനിക്കാനൊക്കെ മുതിർന്ന തലമുറയാണ് ഇവിടെ വരാനിരിക്കുന്നത് എന്ന് ഒരു പക്ഷേ അവർ ആ വേണ്ട രൂപത്തിൽ അതിനെക്കുറിച്ച് വിലയിരുത്തിയിട്ടുണ്ടാവില്ല. ഏതായാലും പിന്നെ ഇന്നത്തെ അവസ്ഥയിൽ അതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു വിഷയം ഇങ്ങനെ ഇസ്രായേലിനകത്ത് കടന്നു കൂടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ്റെ തഫ്സീറും മറ്റും നോക്കുന്ന സമയത്ത് നന്നായി ആ വിഷയം ശ്രദ്ധിക്കണമെന്ന് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? പറയുകയും ചെയ്തിട്ടുണ്ട്. പല ഭാഗത്തും അത് ആ ഒരു വിഷയത്തിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് തഫ്സീറുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്ന വിദ്യാർത്ഥികളെ മഹാനവറുകൾ ഉണർത്തിയിട്ടുണ്ട്. അതാണ് അതുമായി ബന്ധപ്പെട്ട് മുഖദ്ദിമയിൽ പറയാനുള്ള ഒരു വിഷയം. പിന്നെ സൈനബ റളിയല്ലാഹുവിൻ്റെ വിഷയം നമ്മൾ ഇസ്രായേലിൻ്റെ കൂടുതൽപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സൈനബ് റളിയല്ലാഹുവിൻ്റെ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അല്ലാഹു റസൂലുള്ളാഹിൻ്റെ മുമ്പിലാണ് അവർ വളർന്നു വരുന്നത്. എന്നിട്ട് ആ കാലഘട്ടത്തിലൊന്നും വേണമെങ്കിൽ നബി തങ്ങൾക്ക് വിവാഹം കഴിക്കാമായിരുന്നില്ലേ? അതല്ലെങ്കിൽ തന്നെ ഒരു പിന്നെ സ്ത്രീയുടെ ആ നിലക്കുള്ളത് കാണുന്ന സമയത്ത് കാലോമ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ പിന്നെ മുഖം മറ്റോ കാണുന്ന സമയത്ത് തന്നെ അതിലേക്ക് ആകർഷണാകാൻ പറ്റുന്നൊരു വ്യക്തിത്വമാണോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? നമ്മളെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ അംഗീകരിക്കുന്ന, നമ്മൾ പിൻപറ്റുന്ന ഒരു പണ്ഡിതന് പോലും നമ്മൾ അത്തരം ഒരു വിശേഷം കൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമോ? കഴിയോ? നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ കഴിയോ? കഴിയില്ല. ഹബീബായ മുത്ത് തങ്ങൾ എത്ര വലിയ ഉന്നതമായ മർത്തബയിലാണ്. അത് തികച്ചും
ശത്രുക്കളാൽ നിർമ്മിതമായ ഒരു കെട്ടുകഥ മാത്രമാണ് എന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കുകയും അതനുസരിച്ച് കൊണ്ട് ആ തഫ്സീറൊക്കെ ഓതുന്ന സമയത്ത് നമ്മൾ ആ കാര്യം മനസ്സിലാക്കുകയും ചെയ്യണം എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കാര്യം അവിടെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? വളർത്തുപുത്രൻ്റെ മകൻ, വളർത്തുപുത്രൻ എന്ന് പറഞ്ഞാൽ അത് സ്വന്തം മകനാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾക്കുണ്ടായിരുന്നത്. അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന വിശ്വാസം വളർത്തുപുത്രൻ സ്വന്തം മകനാണ്. അതങ്ങനെയല്ല. അവരെ നിങ്ങൾ ആബായിലേക്ക് ചേർത്ത് വിളിക്കണം. നിങ്ങൾക്ക് ആബായിനെ അറിയില്ലെങ്കിൽ അവർ നിങ്ങളെ സഹോദരന്മാരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കാര്യം ഒന്ന് അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടി വിശുദ്ധ ഇസ്ലാം എന്ത് ചെയ്യുന്നു? ആ ഒരു വിശ്വാസത്തെ അവിടെ തരിപ്പണമാക്കിയാണ്, നിഷ്കാസനം ചെയ്യുകയാണ്. അതൊന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് വളർത്തുപുത്രനായിരുന്ന സെയ്ദ് റളിയല്ലാഹുവിന് കല്യാണം കഴിച്ച, വിവാഹം ചെയ്ത സൈനബിന് എന്ത് ചെയ്യുന്നതിലൂടെ, വിവാഹം കഴിക്കുന്നതിലൂടെ അള്ളാഹിൻ്റെ റസൂൽ അവിടെ കാണിച്ചു കൊടുക്കുന്നത്. ആ വിഷയത്തിൽ യാതൊരു സംശയത്തിനും പഴുതില്ല. വളർത്തുപുത്രൻ തന്നെ സ്വന്തം മകൻ്റെ അവസ്ഥയിലേക്ക് ഒരിക്കലും അത് എത്തില്ല എന്നതിൻ്റെ വ്യക്തമായൊരു കാര്യം അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നൊരു രഹസ്യം കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട്. എന്നല്ലാതെ നമ്മൾ ചില ആളുകൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ തഫ്സീറുകൾ കാണുന്നത് പോലെ അങ്ങനെയുള്ളൊരു സംഭവം ഒരിക്കലും ആ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അതുപോലെ മറ്റൊരു വിഷയം പറയുന്നത് ഖുർആൻ്റെ സമയം കൂടുതലായി മറ്റൊരു വിഷയം പറയുന്നത് ഖുർആൻ പരിഭാഷയെക്കുറിച്ചാണ്. അതും വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമായതുകൊണ്ട് ഞാൻ ഈ മുഖദ്ദിമയുടെ പ്രത്യേകത കാണിക്കാൻ വേണ്ടി അതൊക്കെ പറയണം കേട്ടോ. നിങ്ങൾ വിദ്യാർത്ഥികളാണല്ലോ, സമയം കിട്ടുമ്പോൾ, സന്ദർഭം കിട്ടുമ്പോൾ ഈ തഫ്സീറിൻ്റെ മുഖദ്ദിമയെങ്കിലും ഒന്ന് നോക്കണം എന്നാണ് പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഇതിലെന്ത് ചെയ്തിട്ടുണ്ട്, പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഖുർആൻ പരിഭാഷയെക്കുറിച്ച്, പരിഭാഷ ഏതായാലും നടക്കൂല, അത് പാടില്ല എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. ആ വിഷയം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ പ്രത്യേകം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അതിൽ പരിഭാഷപ്പെടുത്താൻ വേണ്ടി ഇപ്പം മർമഡിക്ക് പിക്തളിൻ്റെ കാര്യമൊക്കെ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. പിക്തൾ, മുഹമ്മദ് പിക്തൾ, അദ്ദേഹം പിന്നെ വിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തിയെന്ന് അദ്ദേഹം പോലും പറയുന്നില്ല. നമ്മൾ പരിഭാഷ, പിക്തളിൻ്റെ പരിഭാഷ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും മീനിക്സിനെ അദ്ദേഹം പറയാൻ ധൈര്യപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാനത് ചെയ്യാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട്. പല തവണ കൈറോയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാലം അറബികൾക്കിടയിലൂടെ വേഷന്മാർ ഞാൻ നടന്നിട്ടുണ്ട്, സഞ്ചരിച്ചിട്ടുണ്ട്. ഈജിപ്തിലായിരുന്നു അദ്ദേഹം പോയിട്ട് ഒരുപാട് കാലം ജീവിച്ചത്. ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് കഷ്ടപ്പെട്ടിട്ടും വർഷങ്ങളെടുത്തുകൊണ്ട് ഞാൻ ചെയ്തെങ്കിലും കൂടി ഇതിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് മൂപ്പര് പറഞ്ഞത്. അതുപോലെ തന്നെ ഫ്രഞ്ചുകാരൊരു മാക്സ്വലുണ്ട്. അദ്ദേഹത്തോട് അവിടുത്തെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും ലളിതമായ കുറച്ച് സൂറത്തുകളെങ്കിലും പരിഭാഷപ്പെടുത്താൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറഞ്ഞത്, ഞാൻ എങ്ങനെ പരിഭാഷപ്പെടുത്തും? ഈ ലോകത്തിനെയും ഭൗതിക ലോകത്തിനെയും അഭൗതിക ലോകത്തിൻ്റെയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഒരു ഗ്രന്ഥം, ഈ ഒരു വാക്കുകൾ ഞാൻ എങ്ങനെ പരിഭാഷപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് സ്വീകരിക്കാൻ കൈമലർത്തിയ സംഭവം ഇതിൽ പറയുന്നുണ്ട്. ഏതായാലും നമുക്കറിയാമല്ലോ, ഒരു ഭാഷയിൽ ഒരു വാക്കിനുള്ള അർത്ഥം അതേ രൂപത്തിൽ മറ്റൊരു ഭാഷ കൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ലറബ എന്നുള്ളൊരു വാക്ക്, അതിന് ഏതൊക്കെ അർത്ഥങ്ങൾ അറബിയിൽ സങ്കല്പിക്കാൻ പറ്റുമോ ആ അർത്ഥങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന മറ്റൊരു പദം മറ്റൊരു ഭാഷയിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അതാണല്ലോ പരിഭാഷ എന്ന് പറഞ്ഞാൽ. സാധാരണ മനുഷ്യൻ്റെ സംസാരം തന്നെ സമ്പൂർണ്ണമാനാലിക്ക് പരിഭാഷപ്പെടുത്താൻ സാധ്യമല്ലെങ്കിൽ പിന്നെ കേവലം 100 ചില്ലാനം ആയത്തുകളിൽ ലോകത്ത് വന്നതും വരാനിരിക്കുന്നതുമായ മുഴുവൻ നിയമസംഹിതകളും ഉൾക്കൊള്ളിച്ച വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥഗാംഭീര്യം ഉൾക്കൊള്ളുന്ന വചനങ്ങളെ എങ്ങനെ മറ്റൊരു ഭാഷയിലേക്ക് മനുഷ്യന് പരിഭാഷപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഖുർആനിലെടുത്ത് നോക്കിയാൽ ഷെയ്ഖ് തന്താവി അദ്ദേഹത്തിൻ്റെ തഫ്സീർ പറയുന്നുണ്ട്, 100 ചില്ലാനം ആയത്തുകൾ കൊണ്ട് മാത്രമാണ് ഹറാമും ഹലാലും ജായിസും കറാഹത്തും ഇതൊക്കെ ഉൾക്കൊള്ളുന്ന വിധിവിലക്കുകൾ നമ്മളെ പിന്നെ ഇബാദത്തിൻ്റെയും മുനാക്കഹത്തിൻ്റെയും ബൈഇൻ്റെയും ഇതിലെല്ലാം ഒരുപാട് ജിനായാത്തിൻ്റെ ഒക്കെ വിഷയങ്ങളുണ്ടല്ലോ. ഫിഖ് കൈകാര്യം ചെയ്ത മുഴുവൻ മസ്അലകളും കേവലം 200-ൽ താഴെ ആയത്തുകളിൽ അല്ലാഹു തആല ഖുർആനിൽ കൊണ്ടുവന്നതിൻ്റെ വ്യാഖ്യാനങ്ങളാണ്. ബാക്കിയുള്ള ആയത്തുകൾ മുഴുവനും ആവർത്തനങ്ങളും ചരിത്രങ്ങളും ഉദ്ധരിക്കലും മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരുടെ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനപ്പെടുത്തലും ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ് ബാക്കിയുള്ളത്. ഇബറും ഇളത്തും ഒക്കെയാണ് അതിലുള്ളത്.
ഈ മസ്അലകൾ ഉദ്ധരിച്ചത് ചുരുക്കം ഈ ആയത്തുകളിലാണ്. അപ്പോൾ അത്രയും അർത്ഥസമ്പൂർണമായ വിശുദ്ധ ഖുർആൻ എങ്ങനെ പരിഭാഷപ്പെടുത്താൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആ പരിഭാഷയുടെ അർത്ഥശൂന്യതയും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം ഈ തഫ്സീറിലുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ശാസ്ത്രീയമായിരിക്കുന്ന കണ്ടെത്തലുകൾ, നമ്മളിപ്പോൾ സാധാരണ പറയും പോലെ വിശുദ്ധ ഖുർആനും ശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു ലെവലല്ല. അങ്ങനെ ഒരുപാടുണ്ട്, നമുക്കറിയാമല്ലോ. ഓരോ കാര്യങ്ങളും വിശുദ്ധ ഖുർആനിൻ്റെ ശൈലിയും ശാസ്ത്രീയമായിരിക്കുന്ന ഇന്നത്തെ ചുറ്റുപാടും വെച്ചുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കുന്ന ഒരു സമീപനം ഈ തഫ്സീറിൽ നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന്, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദത്തിൻ, അങ്ങനെ ആ ഒരു ആയത്തുണ്ടല്ലോ, അൽബക്കറിലെ ആയത്ത്. ചിലപ്പം ഞാൻ ഓതിയ ആയത്ത് ചിലപ്പോൾ മറ്റു സുഹൃത്തിലായിരിക്കും. അവിടെ യാ അയ്യുഹന്നാസു എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ആ ആയത്തിൽ മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ സസ്യലതാദികൾ ഉൽപ്പാദിപ്പിക്കുകയും മത്താഅല്ലക്കും വലിയ അൻആമിക്കും എന്ന് പറയുന്നു. ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്, ഈ ഒരു യാ അയ്യുഹന്നാസു എന്ന് പറഞ്ഞ് യാ അയ്യുഹൽ മുഅ്മിനൂൻ എന്നല്ല പറഞ്ഞിട്ടുള്ളത്, ജനങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഈ ആയത്തിൽ മനുഷ്യൻ ചിന്തിക്കാൻ വേണ്ടി ഉത്ബോധിപ്പിക്കുന്ന വിഷയങ്ങളാണിത്. ഏതൊരു മനുഷ്യനും ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇവിടുത്തെ സസ്യലതാദികളും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ തന്നെയും അതുള്ളത് കൊണ്ടാണ് മനുഷ്യൻ്റെയും മറ്റു ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് എന്ന കാര്യം. ഓക്സിജൻ്റെ നിർമ്മാണത്തിൽ ഈ സസ്യങ്ങളും മരങ്ങളൊക്കെ വഹിക്കുന്ന പങ്ക് അത്രമാത്രം വിപുലമായതാണെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിലേക്ക് വരെ സൂചനയുള്ള കാര്യങ്ങളാണ്. ആ ഒരു നിലക്കുള്ള സമീപനം പല ഭാഗത്തും ഈ തഫ്സീർ വായിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന കുട്ടികൾ, നിങ്ങൾ പഠിക്കുന്ന മേഖലയിലാണ്, ഇത് ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സമയം ഒരുപാടായതുകൊണ്ട് എന്നോട് അദ്ദേഹം പറഞ്ഞിരുന്നത് ആ സമയത്തേക്കാൾ അതിക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ തഫ്സീറിൻ്റെ അവസാനത്തിൽ മുഖദ്ദമയുടെ ഒരു ഭാഗത്ത് പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. വഹദഫി ഇർത്തഖിസ് വലാ ഷൈഇൻ വാഹിദ് ഇൽക്കാ ഉന്നദരി വൽ ഫിക്രി ഫി കിതാബില്ലാഹി തആല വൽ ഹസ്സി അലൈഹി. എൻ്റെ ലക്ഷ്യം ഒരു കാര്യമാണ് പ്രധാനമായും, അതായത് നമ്മുടെ ചിന്തയും നമ്മുടെ കണ്ണും കാതുമൊക്കെ അള്ളാഹുവിൻ്റെ കിതാബിനെക്കുറിച്ച് ചിന്തിക്കാനും അതിനെക്കുറിച്ച് പഠനം നടത്താനും ഉപയോഗപ്പെടുത്തുക. ഇനി എൻ്റെ ഈ കിതാബ് വഖൂലു ബികുല്ലി വുസൂഖിൻ ഇലയ്യ ഇബാദല്ലാഹ് തുല്ലാബൽ ഉലൂം, വിദ്യാർത്ഥികളെ ഈ കിതാബിലേക്ക് നിങ്ങൾ വരൂ. റാജി തഫ്സീരി ഹാദ, എൻ്റെ ഈ തഫ്സീർ ഒന്ന് മുറാജ ചെയ്യൂ. തെജിദു ദുററൻ കാമിനത്തൻ വ ഹുക്കൂലൻ വാസിയത്തൻ ലി ജൗലാനിൽ അഫ്കാലിൽ മുൻസിഫ, നിഷ്പക്ഷമായ ബുദ്ധികൾക്ക് ചിന്തിക്കാനുള്ള വിശാലമായ ഒരു ചിന്താമണ്ഡലം നിങ്ങൾക്ക് ഇതിൽ കണ്ടെത്താൻ സാധിക്കും. മറഞ്ഞു കിടക്കുന്ന ഒരുപാട് ദുററുൻ കാമിന മുത്തുകൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പെറുക്കിയെടുക്കാൻ സാധിക്കും. ഫമൻ തഫക്കറ ഔ അൽകസമ്മ യജിദ് ഫീഹി സുബുലം വതറായിഫ ലിത്തഖദ്ദുമി ഇലൽ ഉലൂമിൽ ഇസ്ലാമിയ വൽ അസ്രിയ. ആധുനിക കാലഘട്ടത്തിലെ വിജ്ഞാനത്തിലേക്കും ശാസ്ത്രത്തിലേക്കും ഇസ്ലാമിൻ്റെ വിജ്ഞാനങ്ങളിലേക്കും മുന്നോട്ട് പോകാൻ തഖദ്ദുമ് ചെയ്യാനുള്ള കാര്യങ്ങൾ, വഴികൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കണ്ടെത്താൻ പറ്റും. വലോബി വജ്ഹിൻ ആഖറ, ഒരു നിലക്കൽ മറ്റൊരു നിലക്ക്. വല്ലാഹു തആല ഹുവൽ മുസ്തആൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി.